പല്ല് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ആ ഏരിയയിൽ നമ്മൾ ഒരു കോട്ടൺ കൊടുക്കും കടിച്ച് പിടിച്ച് വെക്കാനായിട്ട്. അത് കൃത്യമായിട്ട് ഒരു 1/2 അവർ കടിച്ച് പിടിച്ച് തന്നെ വെക്കണം. ആ സമയത്ത് മറ്റേ തുപ്പൽ വരുമ്പോൾ തുപ്പിക്കൊണ്ടൊന്നും ഇരിക്കാൻ പാടില്ല. ആ തുപ്പലങ്ങ് വിഴുങ്ങിയാൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തുപ്പൽ വരുന്നതൊക്കെ വിഴുങ്ങിയിട്ട് ആ പഞ്ഞി നല്ല ഇറുക്കി കടിച്ച് പിടിച്ചേക്കണം. ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനാണ് ഇനീഷ്യൽ ആ പഞ്ഞിയിലെ പ്രഷറിൽ ആണ് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത്. അതിന് ശേഷം ഒരു 1/2 അവറിന് ശേഷം പഞ്ഞി നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് മാറ്റും. പിന്നെ വേറെ പഞ്ഞി ഒന്നും എടുത്ത് വെക്കരുത്. അതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു തണുത്ത ഐസ്ക്രീമോ ജ്യൂസോ കുടിക്കേണ്ടത്. അത് ആ ബ്ലീഡിങ്ങിനെ കുറച്ചും കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഇത് ജ്യൂസ് അല്ലെങ്കിൽ ഐസ്ക്രീം കുടിക്കാൻ പറയുന്നത്. പിന്നെ കുറച്ചൊരു സൂതനിങ് എഫക്റ്റ് കിട്ടും. വായിക്കാത്ത ഒരു നംനെസ്സും സൂതനിങ്, ആ പെയിനും നമുക്ക് അധികം തോന്നത്തില്ല. മരവിപ്പ് കുറയും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു ചിലവർക്ക് പെയിൻ വരാൻ തുടങ്ങും. അപ്പം ആ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചെറിയൊരു നംനെസ് ഫീലിംഗ് വരുന്നത് കാരണം പെയിൻ വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിക്കാൻ പറയുന്നത്.